സിയ ലോദാത്തോ ജെസു ക്രിസ്തു. എല്ലാവർക്കും ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. റോമിലെ പ്രസിദ്ധമായൊരു ദേവാലയത്തിൻ്റെ മുൻപിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഈ ദേവാലയം സ്ഥിതി ചെയ്യുന്നത് പാൻതിയോൺ എന്ന് പറയുന്ന ദേവാലയത്തിനടുത്ത് തന്നെയാണ്. ഡൊമിനിക്കൻ വൈദികരുടെ നേതൃത്വത്തിലുള്ള ഈ ദേവാലയത്തിന് മുൻപിലായി ഒരു സ്തൂപമുണ്ട്. ആ സ്തൂപത്തിന് ഒരു ആനയുടെ ഒരു രൂപമാണ് ആലേഖനം ചെയ്തിരിക്കുന്നത്. ആ ആനയ്ക്ക് നമ്മുടെ ഒരു ഐരാവതവുമായിട്ടൊക്കെ സാദൃശ്യമുള്ള രീതിയിലുള്ള ഒരാന. ഈ ദേവാലയം വളരെ പ്രസിദ്ധമായ ഒരു വിശുദ്ധയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഡൊമിനിക്കൻ സഭയിലെ മഹാവിശുദ്ധയായ സാന്ത കത്തറീന ദി സിയന്ന എന്നറിയപ്പെടുന്ന ഡോക്ടർ ഓഫ് ദ ചർച്ച്, സഭയുടെ വേദപാരംഗതയായ മഹാവിശുദ്ധ ഇവിടെ അന്ത്യവിശ്രമം ഈ ഒരു ദേവാലയത്തിലാണുള്ളത്. ഭക്തിപൂർവ്വം നോക്കി ദേവാലയത്തിലേക്ക് പ്രവേശിച്ച് ഇവിടുത്തെ കാഴ്ചകൾ നിരീക്ഷിക്കാം. സാധാരണ ദേവാലയങ്ങളെപ്പോലെ വലിയ കമാനങ്ങളില്ലാത്ത ഒരു ദേവാലയമാണ്. ഇതിൻ്റെ പൂമുഖം ചതുരാകൃതിയിലുള്ളതാണ്. പ്രവേശനത്തിൽ നമ്മൾ കണ്ടതാണ്. എന്നാൽ നോക്കുക, ഇതിനകത്ത് മൊത്തത്തിലൊരു ഗോൾഡ് കളറിൽ, സ്വർണവും നീലയും കലർന്ന നിറത്തിൽ വളരെ മനോഹരമായൊരു ദേവാലയമാണ് അകത്ത് നമുക്ക് ദർശിക്കുവാനായിട്ട് സാധിക്കുന്നത്. ബസിലിക്കയുടെ ഇരുവശത്തും ഇതുപോലെയുള്ള ധാരാളം ചെറിയ അൾത്താരകൾ കാണാൻ സാധിക്കും. കൂടുതൽ അകത്തേക്ക് പ്രവേശിക്കുമ്പോൾ ദേവാലയത്തിൻ്റെ മനോഹാരിത വർദ്ധിച്ചു വരുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഗോൾഡും നീല സ്വർണ്ണ നിറത്തിലുള്ള കളർ ദേവാലയത്തെ ഏറെ മനോഹരമാക്കുന്നുണ്ട്. ദേവാലയത്തിൻ്റെ അൾത്താരയിലേക്ക് നാം എടുക്കുകയാണ്. സാധാരണ ദേവാലയങ്ങൾ കാണുന്ന പോലെ വലിയ ഗോപുരം ഈ ദേവാലയത്തിനില്ല. പൊതുവെ ദേവാലയത്തിന് ഉയരം വളരെ കൂടുതലാണ്. ദേവാലയത്തിൻ്റെ അൾത്താരയിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. അൾത്താരയുടെ രണ്ട് വശങ്ങൾ ഞാൻ കാണിക്കുകയാണ്. ലോകമെമ്പാടുമുള്ള ധാരാളം സഞ്ചാരികൾ ഓരോ ദിവസവും ഈ ദേവാലയം കാണുവാനായി എത്തുന്നുണ്ട്. അൾത്താരയുടെ പിന്നിലായുള്ള ഭാഗത്തായിട്ടാണ് വിശുദ്ധയുടെ ശവകുടീരം സ്ഥിതി ചെയ്യുന്നത്. വളരെ മനോഹരമായി സ്വർണ്ണ നിർമ്മിതമായിട്ടാണ് ഇത് അലങ്കരിച്ചിരിക്കുന്നത്. വളരെ ഭക്തിയുള്ള ഒരു അന്തരീക്ഷമുള്ള ദേവാലയമാണ്. സാന്ത കത്തറീനയുടെ ശവകുടീരമാണിത്. സാന്ത കത്തറീന ദി സിയന്ന എന്നറിയപ്പെടുന്ന ഇറ്റലിയുടെയും യൂറോപ്പിൻ്റെയും ഒക്കെ മധ്യസ്ഥയായിട്ടുള്ള വേദപാരംഗതയായിട്ടുള്ള മഹാവിശുദ്ധയുടെ ശവകുടീരം. ഇവിടെ ഈ ടോംബിൻ്റെ ചുറ്റും ധാരാളം ആൾക്കാർ പ്രാർത്ഥിക്കുവാനായി വന്നിരിക്കുന്നത് നമുക്ക് കാണാം. ടോംബിനെ ചുറ്റി തീർത്ഥാടകർ പോകുന്നു, ധാരാളം പേര് പ്രാർത്ഥിക്കുന്നു. അവരുടെ നിയോഗങ്ങൾ അവർ പേപ്പറിൽ എഴുതി സാന്ത കത്തറീനയുടെ ശവകുടീരത്തിൽ നിക്ഷേപിക്കുന്നത് നമുക്ക് കാണാം. വത്തിക്കാൻ്റെയും ഇറ്റലിയുടെയും യൂറോപ്പിൻ്റെയും ഫ്ലാഗുണ്ട്. ഇത് ഈ മൂന്ന് വത്തിക്കാൻ, ഇറ്റലി, യൂറോപ്പിൻ്റെ മധ്യസ്ഥയായിട്ടാണ് സാന്ത കത്തറീനയെ അറിയപ്പെടുന്നത്. സാന്ത കത്തറീന ദി സിയന്ന. സിയന്നയിലെ വേദപാരംഗതയായ വിശുദ്ധ കത്തറീനയുടെ ശവകുടീരം ഉൾക്കൊള്ളുന്ന ഈ വിശുദ്ധ ദേവാലയത്തിൽ നിന്നുകൊണ്ട് നിങ്ങൾക്കെല്ലാവർക്കും ഞാൻ പ്രാർത്ഥനാശംസകൾ അറിയിക്കുന്നു. ഈ ഒരു ദേവാലയത്തിൽ വരുവാനും വിശുദ്ധയുടെ ശവകുടീരം സന്ദർശിക്കുവാനും പ്രാർത്ഥിക്കുവാനും അനുഗ്രഹം തന്ന ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് നിങ്ങളെല്ലാവരെയും പ്രാർത്ഥനയിൽ സമർപ്പിച്ചുകൊണ്ട് ഞാൻ ആശംസകൾ അറിയിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. സിയന്നയിലെ വിശുദ്ധ കാതറിൻ എന്നറിയപ്പെടുന്ന മഹാവിശുദ്ധയുടെ ശവകുടീരം ഉൾക്കൊള്ളുന്ന ഈ ദേവാലയത്തിൽ നിന്നുകൊണ്ട് നിങ്ങൾക്കെല്ലാവർക്കും ഞാൻ ഒന്നുകൂടെ പ്രാർത്ഥനാശംസകൾ അറിയിക്കുന്നു. ദൈവം നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.